പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടണം. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലെ അച്ഛകളും കയറ്റുന്ന ദൈവജനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെടും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. 1 ശമൂവേൽ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 45-ാമത്തെ വാക്യം. ദാവീദ് ഫിലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ മക്കളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. ദാവീദിന് എങ്ങനെയാണ് ഈ ധൈര്യം കിട്ടിയത്? ദാവീദിനേക്കാൾ എത്രയോ ശക്തനാണ് ഗോലിയാത്ത്. അവരോട് അത്രയും പെട്ടെന്ന് എതിർക്കാൻ സാധ്യമല്ല. വേദപുസ്തകം പഠിക്കുന്നു. കാരണം ഇസ്രായേൽ ജനത്തിനെ 40 ദിവസം വെല്ലുവിളിച്ചു, 40 രാവും വെല്ലുവിളിച്ചിട്ടും ഇസ്രായേൽ മക്കൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഹല്ലേലൂയ. ഈ സന്ദർഭത്തിലാണ് ദാവീദ് പറയുന്നത്, ഞാൻ അവനെ കീഴ്പ്പെടുത്തും. ഹല്ലേലൂയ. വലിയ ചങ്കൂറ്റമാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശൗല് ഈ കഥകളൊക്കെ അറിഞ്ഞപ്പോൾ ശൗല് ദാവീദിനെ വിളിച്ചു. അപ്പൊ ദാവീദ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. 1 ശമൂവേൽ 17-ാം അധ്യായം അതിന്റെ 31 വാക്യങ്ങൾ. ദാവീദ് പറഞ്ഞ കഥകൾ പരസ്യമായപ്പോൾ ശൗലിന് അറിവ് കിട്ടി. അവൻ വിളിച്ചു വരുത്തി. ദാവീദ് ഹല്ലേലൂയ ശൗലിനോട്, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടണ്ട, അടിയൻ ചെന്ന് ഈ ഫെലിസ്ത്യനോട് അംഗം പൊരുതും എന്ന് പറഞ്ഞു. കാരണം യാതൊരു യുദ്ധതന്ത്രങ്ങളും ദാവീദിന് അറിയത്തില്ല. ഹല്ലേലൂയ. ഒരു ബാലൻ അതായിട്ട് വെച്ച് വരും കാണാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശൗൽ ദാവീദിനോട്, ഈ ഫെലിസ്ത്യനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലൻ തന്നെ. ഹല്ലേലൂയ. അവരോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. അപ്പം ശൗൽ ദാവീദിനോട് പറയാണ്, ഈ ഫെലിസ്ത്യ മല്ലനോട് യുദ്ധം ചെയ്യാൻ നീ പ്രാപ്തനല്ല, നീ ബാലനാണ്. അവൻ ചെറുപ്പം മുതൽ തന്നെ യോദ്ധാവാൻ. ഹല്ലേലൂയ. അപ്പോൾ ദാവീദ് പറഞ്ഞ അടുത്ത കാര്യമാണ് ഹല്ലേലൂയ. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഒരിക്കൽ ഹല്ലേലൂയ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്നു. കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. അല്ലെങ്കിൽ ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രേർമിയായ ഫിലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെയാകും. അല്ലെങ്കിൽ ഫിലിസ്ത്യ സൈന്യം ഇസ്രായേൽ ജനത്തിന്റെ ദൈവമായ യഹോവയെ നിന്ദിച്ചതുകൊണ്ട് സിംഹത്തെയും കരടിയും കൊന്നതുപോലെ ഈ ഫെലിസ്ത്യ മല്ലനെയും കൊല്ലും. ആ കരടിയുടെയും സിംഹത്തിന്റെയും കൂട്ടത്തിൽ അവനെ എണ്ണുവെന്നാണ് ദാവീദ് പറഞ്ഞതിന്റെ സാരം. ഹല്ലേലൂയ. ഈ വചനപരിചാത്രം വായിക്കുമ്പോൾ ദാവീദും ഗോലിയാത്തും എന്നുള്ളതാണ്. ഹല്ലേലൂയ. ശമൂവേൽ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്ന കാലത്ത് ഫിലിസ്ത്യർ ആക്രമണത്തിനായി വന്നില്ല. ഹല്ലേലൂയ. എന്നാൽ അനുസരണക്കേട് കാണിച്ച് ശൗലിനെ വിട്ട് ശമൂവേൽ രാമയിലേക്ക് പോയി എന്നറിഞ്ഞപ്പോൾ ഫിലിസ്ത്യർ ഇസ്രായേലിനെ ആക്രമിക്കാൻ തുടങ്ങി. എല്ലാം ശൗലിന്റെ അനുസരണക്കേടാണ് ഇതിനെല്ലാം കാരണം. പക്ഷേ യുദ്ധം അഭ്യസിച്ചിട്ടില്ലാത്ത, യുദ്ധം ചെയ്തിട്ടില്ലാത്ത, യുദ്ധത്തിനുള്ള ആയുധങ്ങൾ എടുത്ത് പരിചയമില്ലാത്ത ഈ ബാലനായിരിക്കുന്ന ഈ ദാവീദ് പറയുക, എന്നേക്കാൾ എത്രയോ വലിയവനാണ് അവനെങ്കിലും, അവൻ വലിയ തന്ത്രജ്ഞനാണെങ്കിലും, അവൻ എന്നെ ഒരടിക്ക് വീഴ്ത്താൻ കഴിവുണ്ടെങ്കിലും, ഹല്ലേലൂയ, എനിക്ക് അവനൊരു പ്രശ്നമല്ല. വളരെ ചാങ്കൂറ്റത്തോടെ ശൗലോട് കഥ പറയാം. ഇതെല്ലാം പറഞ്ഞ് ദാവീദിനെ അവരുടെ നേരെ വിടാൻ തയ്യാറായി. ഹല്ലേലൂയ. അങ്ങനെ ദാവീദ് തോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത 5 മിനുസമുള്ള കല്ലുകളിൽ ഒരു കല്ല് കമണിയിൽ ഇട്ടുകൊണ്ട് ഹല്ലേലൂയ ഫിലിസ്ത്യന്റെ നേരെ ചെല്ലുക. ഹല്ലേലൂയ. അപ്പം ഗോലിയാത്ത് യഹോവയെ ദൈവം ആരെന്ന ചോദ്യം. ഈ ഗോലിയാത്ത് യഹോവ ആരെന്നുള്ള ചോദ്യമാണ്. ഹല്ലേലൂയ. അവന് അത് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. അവനൊരു രാക്ഷസനായിരുന്നാലും
വളരെ യുദ്ധായുധങ്ങൾ അവന് ഉണ്ടായിരുന്നാലും അല്ലേലൂയ ഇസ്രായേലിന്റെ ദൈവത്തെ അവരുടെ മക്കൾ ഇസ്രായേൽ മക്കളുടെ സൈന്യത്തെ നിന്ദിച്ചിട്ടുള്ള ഇതിനാൽ ദൈവത്തിന് വേണ്ടി ദാവീദ് വൈരാഗ്യമായി തന്നെ എഴുന്നേൽക്കുക. ദാവീദിന്റെ കൈവശം വന്നു വീണ അല്ലേലൂയ ഒരു സംഭവമാണ്. അല്ലേലൂയ ഈ ദാവീദിനെ പോലെ നമ്മളും ഇതുപോലുള്ള ചങ്കൂറ്റം ആത്മീയ ശുശ്രൂഷയിൽ കാണിച്ചാൽ സാത്താൻ നമ്മെ പാപത്തിലേക്ക് കൊണ്ടുപോകത്തില്ല. ദാവീദിനെ പോലെ നിൽക്കുവാൻ കഴിയണം. പക്ഷെ നമുക്ക് പരാജയമാണ് എപ്പോഴും. അതുകൊണ്ടാണ് ദൈവസഭയുടെ അനുഗ്രഹങ്ങൾ പോലും പലപ്പോഴും തടസ്സപ്പെടുന്നത്. ദൈവമക്കൾക്ക് മുന്നേറാൻ കഴിയുന്നില്ല, ദൈവമക്കൾക്ക് ഉയർച്ച പ്രാപിക്കാൻ കഴിയുന്നില്ല. എന്തു തുടങ്ങി വെച്ചാലും നഷ്ടത്തിൽ കലാശിക്കുന്നു. ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഭവനത്തിനകത്ത് വലിയ വെല്ലുവിളികൾ, അങ്ങനെ വിവിധമായ പ്രതികൂലങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാകുമ്പോൾ അത് കൊണ്ടുവരുന്ന സാത്താനെ നേരിടുവാനുള്ള ആത്മാവിന്റെ ശക്തി ഈ കാലഘട്ടത്തിൽ ദൈവജനം പ്രാപിക്കണം. അല്ലേലൂയ. അത്ര ചങ്കൂറ്റത്തോടുകൂടി ദാവീദ് ഈ ഫെലിസ്ത്യനോട് ചെല്ലുക. അല്ലേലൂയ. അപ്പോഴാണ് ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ മക്കളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ വരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഒരു മനുഷ്യൻ വെല്ലുവിളി നടത്തുമ്പോൾ കർത്താവ് ആ വെല്ലുവിളിയെ നേരിടും. ഒരു മനുഷ്യൻ ദൈവത്തെ വെല്ലുവിളിക്കുമ്പോൾ ആ വെല്ലുവിളിയെ കർത്താവ് നേരിടും. അതിനുവേണ്ടി കർത്താവ് ഭൂമിയിൽ ഒരാളെ തിരഞ്ഞെടുക്കും. അത് തന്നെയാണ് ഇസ്രായേൽ ജനത്തിന്റെ ദൈവമായ യഹോവയെ ഈ ഫെലിസ്ത്യൻ വെല്ലുവിളിച്ചപ്പോൾ ഈ ഫെലിസ്ത്യനെ തകർക്കുവാൻ യുദ്ധം ചെയ്തിട്ടില്ലാത്ത, യുദ്ധാഭ്യാസമില്ലാത്ത, ആയുധമില്ലാത്ത ഈ വലിയ മനുഷ്യനായിരിക്കുന്ന ഗോലിയാത്തിന്റെ മുമ്പിലേക്ക് ദാവീദ് ചെല്ലാൻ തയ്യാറായത്. ഹല്ലേലൂയ. ഇതുപോലെയല്ലേ നമ്മുടെയൊക്കെ ആത്മജീവിതം വരേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് പലരും പറയാണ് ഉയരാൻ പറ്റത്തില്ല, മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, കുടുംബത്തിലെ വലിയ പോരാട്ടങ്ങളാണ്, കുടുംബ തകർച്ചയാണ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹമില്ല, അമ്മായിമ്മയും മരുമകളും തമ്മിൽ സ്നേഹമില്ല. അങ്ങനെ വിവിധ നിലകളിൽ കുടുംബത്തിനകത്ത് കണ്ണുനീരാ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നീയത, ഗോലിയാത്തിന്റെ ഒന്നും ആത്മാവ് ദൈവമക്കളുടെ ഉള്ളിൽ കയറരുത്. ഹല്ലേലൂയ. ഇവിടെ ദൈവം ആകിയാൽ ഗോലിയാത്തിന് കൈപ്പേറിയ പാഠങ്ങളെ പഠിക്കേണ്ടതിനായി വന്നു. യഹോവയെ വെല്ലുവിളിച്ചുകൊണ്ട് ഗോലിയാത്തിന് കൈപ്പേറിയ പാഠങ്ങൾ പഠിക്കേണ്ടി വന്നു. അവനൊരു ന്യായവിധി ദൈവം കൊടുക്കുക. അവനൊരു ന്യായവിധി ഗോലിയാത്തിന് ന്യായവിധി കൊടുക്കുക. ഹല്ലേലൂയ. ദാവീദ് ധൈര്യമായി കർത്താവിന്റെ നാമത്തിൽ ഗോലിയാത്തിന്റെ നേരെ ചെല്ലുക. അപ്പോഴാണ് നാം വായിച്ച വചനം 46 വാക്യം, 1 ശമൂവേലിന്റെ പുസ്തകം 17 അധ്യായം 46 വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫിലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിന്റെ ദൈവം ഉണ്ടെന്ന് സാർവഭൗമികം അറിയും. ഹല്ലേലൂയ. ഇവന്റെ ആയുധമൊന്നുമില്ല, എങ്കിലും പുള്ളി ഭയങ്കര ചങ്കൂറ്റക്കാരനാണ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഹല്ലേലൂയ, ആത്മീയ ജീവിതം എന്നൊക്കെ പറയുന്നത് ഹല്ലേലൂയ ഒരു അനുഗ്രഹമാണ് കേട്ടോ. ഒരുപാട് ശത്രുക്കൾ ദൈവമക്കൾക്ക് നേരെ എഴുന്നേക്കും. ഒരു സുഖലോലുപമായ ജഡത്തിൽ സന്തോഷിക്കുന്ന അനുഭവമല്ല ആത്മീയ ജീവിതം. ഒരാത്മീയനെ സംബന്ധിച്ചിടത്തോളം വിവിധ കഷ്ടങ്ങൾ കടന്നു വരും. കഷ്ടത സഹിക്കാൻ തയ്യാറുള്ളവനാണ് യഥാർത്ഥ വിശ്വാസി, അല്ലെ യഥാർത്ഥ പാസ്റ്റർ. കഷ്ടത സഹിക്കാതെ സുഖലോലുപമായ ജീവിതത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവന് ഒരിക്കലും നിത്യതയിൽ ചെല്ലാൻ കഴിയത്തില്ല. അവരുടെ ആഗ്രഹങ്ങളെല്ലാം ഈ ഭൂമിയിലാണ്. അവരെല്ലാം സാധിച്ച് ഇവിടുത്തെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കും. പക്ഷെ ദാവീദ് നേരെ തിരിച്ചാണ്. ഇസ്രായേൽ 40 രാവും പകലും വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ഗോലിയാത്തിന്റെ തല വിട്ടു എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രേസിലേക്ക് നമ്മൾ ദൈവമായിട്ട് എങ്ങനെ നിൽക്കണം? ജീവിത വിശുദ്ധി നഷ്ടപ്പെടുത്തി കളയാതെ, ദൈവകൃപ നഷ്ടപ്പെടുത്തി കളയാതെ, നമ്മളുള്ള ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തി കളയാതെ, ലോകത്തിന്റെ പാപങ്ങളിലേക്ക് ഞാനും നിങ്ങളും പോകാതെ, നമ്മളെപ്പോഴും ഇസ്രായേലിന്റെ ദൈവമായ
യഹോവ എന്ന് പഴയ നിയമത്തിൽ പറയുമ്പോൾ ഇസ്രായേലിന്റെ ദൈവമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏത് ശത്രുവിനെയും നേരിടുവാൻ നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ അല്ലെങ്കിൽ അന്ന് ശൗലിന്റെ സൈന്യത്തിന് ആയുധമുണ്ട്. അല്ലെങ്കിൽ പുതിയ അല്ലെങ്കിൽ ഫിലിസ്തീയ സൈന്യത്തിനും ആയുധമുണ്ട്. പക്ഷെ ആയുധം പിടിച്ച് യോഗ്യതയില്ലാത്ത, അതിനുള്ള പരിചയമില്ലാത്ത ഒരുവനാണ് ദാവീദ്. ആ ദാവീദാണ് ഈ ഫിലിസ്തീന്റെ തല തകർക്കുന്നത്. പുതിയ നിയമത്തില് നമ്മുടെ മേൽ ആത്മാവിന്റെ അഭിഷേകം തന്നത്, പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നത്, എനിക്കും നിങ്ങൾക്ക് നേരെ കടന്നു വരുന്ന വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ്. വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ നീ തകർന്നു പോകരുത്. പലരും പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ പറയുന്നത്, അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, അവരത് ചെയ്തു, ഇത് ചെയ്തു. അതൊന്നും നീ നോക്കണ്ടെന്ന്. അവരത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു പറഞ്ഞാൽ നീ അത് നോക്കണ്ട. നീ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണെങ്കിൽ, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മകനാണ് മകളെങ്കിൽ, നീ മുഴങ്കാലും മടക്കിയിരുന്ന് പ്രാർത്ഥിക്കുക. മുഴങ്കാലും മടക്കിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി എഴുതും. അതുകൊണ്ടാണ് 68-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, ദൈവം എഴുന്നേറ്റാൽ എനിക്കും നിങ്ങൾക്കും നേരെയുള്ള ശത്രുക്കൾ ചിതറിപ്പോകും. അതിനൊരു മാറ്റവും ഇല്ലെന്നുള്ളതാണ്. അല്ലേ? അപ്പോൾ നമ്മൾ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്ന് പറയും പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് നമ്മൾ ആശ്രയിക്കണം, രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പം പല കുടുംബങ്ങളും അവരുടെ പ്രതിസന്ധിയെ പറയുന്നത്, അത് ഒരുപക്ഷെ ആഭിചാരം, മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രം, എന്ന് വേണ്ട ഒരുവിധം അവരുടെ കാടത്തരമായ അല്ലേരിയ തന്ത്രങ്ങളായിരിക്കും ഇവർ ചെയ്യുന്നത്. അല്ലേരിയ അതവർ ചെയ്തോട്ടെന്നേ. ദൈവമക്കൾ എന്തിനു ഭയപ്പെടണം? അല്ലെ, ഭൂതാത്മാവിനെ ദൈവമക്കൾ ഭയപ്പെടാൻ പാടില്ല. ജാതികൾ എന്ന് പറയുന്ന ഭൂതാത്മാവിന്റെ രീതിയിൽ, ഭൂതാത്മാവിൽ നിറയപ്പെട്ട് നടക്കുമ്പോൾ ദൈവമക്കൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്നവരാണ്. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നത് ശത്രുവിനെ ജയിക്കാൻ വേണ്ടിയിട്ടാണ്, രക്തം ചെയ്യും. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന മാതാവി, പിതാവേ, നീ ലോകത്തെ താളടിയായി മാറരുത്. നിന്റെ കുടുംബം തകർന്നു പോകരുത്. അല്ലേറിയ, നീ ദാവീദിനെ പോലെ ചങ്കൂറ്റത്തോടെ നിന്റെ കുടുംബത്തോട് വെല്ലുവിളിക്കുന്ന ശത്രു സൈന്യത്തെ ഒരുപക്ഷെ നിന്റെ കുടുംബത്തിൽ നിന്നാകാം, നിന്റെ ഭർത്താവിൽ നിന്നാകാം, നിന്റെ ഭാര്യയിൽ നിന്നാകാം, അമ്മായിയിൽ നിന്നാകാം, മരുമക്കളിൽ നിന്നാകാം, ദേശവാസികളിൽ നിന്നാകാം, സഭയിൽ നിന്നാകാം. ഏത് വിധത്തിലും ഗോലിയാത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ആരും നിനക്ക് നേരെ എഴുന്നേറ്റാലും നീ തകർന്നു പോകരുത്. അല്ലേലിയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, അല്ലേലിയ, ദൈവം ഇല്ല എന്ന് ഒരു വലിയ എരിവോടുകൂടി പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ. അല്ലേലിയ. അല്ലേലിയ. ഒരു പ്രാവശ്യം അല്ലേലിയ നിരീശ്വരവാദിയായി പ്രസംഗകൻ ധാരാളം ജനങ്ങൾ കൂടിയിരിക്കുമ്പോൾ സ്റ്റേജിൽ നിന്നുകൊണ്ട് ദൈവമില്ല എന്ന് വലിയ എരിവോടെ പ്രസംഗിക്കുക തുടങ്ങി. നിരീശ്വരവാദിയാ, ദൈവമില്ലെന്ന് പുള്ളി പറയാം. അല്ലേലിയ. ദൈവമില്ലെങ്കിൽ എങ്ങനെയാണ് നിരീശ്വരവാദി ഉണ്ടായത്? പുള്ളി പൊട്ടി ജനിച്ചതൊന്നും അല്ലല്ലോ. നിരീശ്വരവാദികളും യുക്തിവാദികളും ദൈവമില്ല എന്ന് പറയുന്ന മൂടന്മാരും, അല്ലേലിയ, അല്ലേലിയ, ദൈവനാമത്തിന് വിരോധമായി നിൽക്കുന്ന സകല ജനത്തിനും ഒരു രാത്രി കൊണ്ട് മുളച്ചു വന്നതല്ല. അല്ലേലിയ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ യഹോവയുടെ മഹത്വം കൊണ്ടാണ് ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ ജന്മം കിട്ടിയത്. അല്ലേലിയ. അപ്പൊ ഈ മനുഷ്യൻ ദൈവമില്ല എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. അവസാനം വെല്ലുവിളിച്ചുകൊണ്ട് ദൈവം എന്ന ഒരുവൻ ഉണ്ടെന്നും ഇല്ലെങ്കിൽ എന്നോടുകൂടെ യുദ്ധം ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഞാൻ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവിടുന്ന് സമൂഹത്തിന് വ്യക്തി എഴുതിയിട്ടാണ്, ദൈവം ഇല്ലെന്നാണോ നീ പറയുന്നത്? ദൈവം ഇല്ലെന്നാണ് നീ പറയുന്നതെങ്കിൽ ദൈവമുണ്ടെന്ന് ഞാൻ നിന്നെ വെളിപ്പെടുത്താൻ പോകുകയാണ്. ഈ മനുഷ്യൻ പറയും, ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ നിന്നെ വെല്ലുവിളിക്കുക, നീ എന്നോടുകൂടെ യുദ്ധം ചെയ്യാൻ പറ്റുമെന്ന്. അല്ലേലിയ. യുദ്ധം ചെയ്യാൻ പറ്റുമോ? അല്ലേലിയ എന്ന് പറഞ്ഞിട്ട് ആകാശത്തിന് നേരായി ഈ മനുഷ്യൻ മുഖം തിരിച്ചുകൊണ്ട്, ഹേ മരണമേ, അല്ലേലിയ, നിന്റെ വിഷമുള്ള എവിടെയെന്ന് അന്ന് ചോദിച്ചതാണ്. ഇത് പൗലോസ് പറഞ്ഞൊരു വാക്യമാണ്. അല്ലേലിയ. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഈ കാര്യം കാണാൻ കഴിയും. അല്ലേലിയ. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത്, അല്ലേലിയ, 1 കൊരിന്ത്യർ ലേഖനം അല്ലേലിയ വായിക്കുമ്പോൾ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അല്ലേലിയ നമ്മൾ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്.
അപ്പം മരണത്തെ വെല്ലുവിളിക്കുന്ന ഒരു ദാവീദ് അല്ല, ഒരു പൗലോസ് പറയാണ്, ഹേ മരണമേ നിന്റെ ജയം ഇവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ. മരണത്തിന്റെ അമലിയ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രമെന്ന് പൗലോസ് പറയാം. അപ്പം പൗലോസിന്റെ ആത്മീയ ശുശ്രൂഷയുടെ നടുവില് ഒരുപാട് പീഡനങ്ങൾ, പലപ്പോഴും മരിച്ചുവെന്നോർത്ത സംഗതികൾ, മരിച്ചുവെന്നോർത്താണ് ഉപേക്ഷിച്ച് പോയ സന്ദർഭങ്ങൾ. പക്ഷെ അവിടെ എല്ലാം ദൈവം പൗലോസിനെ എഴുന്നേൽപ്പിച്ച് അങ്ങനെ ഒരിക്കലാണ് പൗലോസ് മരണത്തെ വെല്ലുവിളിക്കുക. ഹല്ലേലൂയ. ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ. അല്ലെ, ഈ ഒരു വെല്ലുവിളി നമുക്കുണ്ടാകണം. ദൈവത്തെ വെല്ലുവിളിക്കുന്നവന് നേരെ നിന്ന് അവരോട് പൊരുതുവാനുള്ള ആത്മാവിന്റെ ശക്തി നമ്മൾ പ്രാപിക്കണം, യത്നം ചെയ്യണം. എന്ന് പറഞ്ഞ ഈ ലോക ജീവിതത്തിൽ നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നേ. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞ് കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു മനുഷ്യൻ മരിക്കുന്നതോടുകൂടി അവന്റെ എല്ലാ ജീവിതവും ഈ ഭൂമി നഷ്ടപ്പെടുക. അവന്റെ ആത്മാവുണ്ട്. വീണ്ടെടുക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട് പുതിയ നിയമത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട്, ദൈവകൽപ്പനയാ സ്നാനം കേട്ടോ, ദൈവകൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച് ആത്മാവിൽ നിറയപ്പെട്ട് നിൽക്കുന്ന ദൈവമക്കൾ ഹല്ലേലൂയ തളരാൻ പാടില്ല. മരണത്തെ വെല്ലുവിളിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 48-ാം വാക്യം വായിക്കുമ്പോൾ, പിന്നെ ഫിലിസ്ത്യൻ ദാവീദിനോട് എതിരേൽപ്പാൻ നേരിട്ടെടുത്തപ്പോൾ ദാവീദ് ബന്ധപ്പെട്ട് ഫിലിസ്ത്യനോട് എതിർപ്പാൻ അലരി ആണ്ടിക്ക് നേരെ ഓടി. ദാവീദ് സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ല് എടുത്ത് കവണിയിൽ വെച്ച് അല്ലൊരു വീശി ഫിലിസ്ത്യന്റെ നെറ്റിക്ക് എറിഞ്ഞു. കല്ല് അവന്റെ നെറ്റിയിൽ കൊണ്ട് അവൻ നെറ്റിയിൽ പതിഞ്ഞു. അവൻ കവിണ് വീണു. ഇങ്ങനെ ദാവീദ് ഒരു കല്ലുമായി ഹല്ലേലൂയ, ഒരു കല്ലും കൊണ്ട് ഫിലിസ്ത്യനെ ജയിച്ചു. ഹല്ലേലൂയ. ഫിലിസ്ത്യനെ കൊന്നു മുടിച്ചു. എന്നാൽ ദാവീദിന്റെ കയ്യിൽ വാൾ ഇല്ലായിരുന്നു. ആകയാൽ ദാവീദ് ഓടിപ്പോകുന്നു. ഫിലിസ്ത്യന്റെ പുറത്ത് കയറി നിന്ന് ദാവീദ് ഓടിച്ചെന്ന് ഹല്ലേലൂയ, ദാവീദ് ഓടിച്ചെന്ന് കേട്ടോ, ഓടിച്ചെന്ന് ഹല്ലേലൂയ ഫിലിസ്ത്യന്റെ മേൽ കയറിയിരുന്ന ഹല്ലേലൂയ അവന്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെടുത്ത് അവനെ കൊന്നു. ഇപ്പൊ സമയത്ത് ദൈവം ആയുധം കൊടുക്കുന്നുള്ളതാണ്. ദാവീദിന്റെ കയ്യിലെ ആ ഒരു കല്ല് കവണിൽ ചുറ്റി എറിഞ്ഞ് അവന്റെ നെറ്റിയിൽ പതിഞ്ഞപ്പം അവൻ നിലത്ത് വീണു. ദാവീദ് ഉടനെ ഓടിച്ചെന്ന് ശത്രുവിന് നേരെ, ഗോലിയാത്തിന് നേരെ അവന്റെ പുറത്ത് കയറിയിരുന്ന അവന്റെ അരയിലെ വാൾ ഊരി ഫിലിസ്ത്യന്റെ തല വെട്ടിയെടുത്തു. അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ നമുക്ക് കൊല്ലാനൊന്നും അവകാശമില്ല, നമുക്ക് പ്രാർത്ഥിക്കാൻ അവകാശമുണ്ട്. ദൈവമക്കളുടെ പ്രാർത്ഥന മുമ്പിൽ ദൈവമക്കൾക്ക് നേരെ എഴുന്നേൽക്കുന്ന ഏത് ശത്രുവിനെയും നമുക്ക് തകർക്കാൻ കഴിയും. പ്രാർത്ഥനയോട് നേരിടാൻ ഈ ലോകത്തിന്റെ ദൈവങ്ങൾക്കും ഈ ലോകത്തിന്റെ ശക്തികൾക്കും ഇവിടുത്തെ മതങ്ങൾക്കും കഴിയില്ല. പ്രാർത്ഥന എന്നത് ദൈവം തന്നതാ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ പ്രാർത്ഥനയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവജനത്തെ തകർക്കുവാൻ ഈ ഉലകത്തിൽ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ശ്രോതാവി, നിങ്ങൾ പരാജയപ്പെടരുത്. ദാവീദിനെ പോലെ ചങ്കൂറ്റത്തോടെ, പൗലോസിനെ പോലെ ചങ്കൂറ്റത്തോടെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി എരിവോടെ എഴുതേക്കണം, രക്തം ചെയ്യും. കർത്താവിന് വേണ്ടി നമ്മൾ എരിവോടെ എഴുന്നേൽക്കുന്നില്ല, പിന്നെ ആർക്ക് വേണ്ടി എരിവോടെ എഴുന്നേൽക്കുന്നത്? ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ നാം ചെയ്യുന്നില്ല, പിന്നെ ആര് ചെയ്യും ഇതൊക്കെ? നമ്മൾ ഈ ദൗത്യമൊക്കെ മറന്നുപോയാൽ ദൈവം പിന്നെ എങ്ങനെയത് മുന്നോട്ട് നയിക്കും? എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, നാം പോയില്ലെങ്കിലും ദൈവം മറ്റൊരാളെ എഴുന്നേൽപ്പിച്ചാലും നമ്മളെ ഏൽപ്പിച്ച് നമ്മൾ ചെയ്യണം. നമ്മൾ ദൈവത്തോട് വിശ്വസ്തത കാണിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ തിമോഥെയോസിന്റെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ നാം അവിശ്വസ്തനായി തീർന്നാലും ദൈവം വിശ്വസ്തനായി പാർക്കും. നമുക്കൊരിക്കലും നേരായ കാര്യങ്ങളുടെ എല്ലാം ചെയ്തെടുക്കാൻ കഴിയത്തില്ല. പലപ്പോഴും നാം അവിശ്വസ്തരാണ്. നമ്മളൊക്കെ അവിശ്വസ്തരായി മാറുമ്പോൾ ദാവീദ് ഹല്ലേലൂയ അവിടെ വിശ്വസ്തനായി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? യഹോവയുടെ ആത്മാവിന്റെ പേരുള്ളത് കൊണ്ട്. അതുകൊണ്ട് നമ്മൾ അവിശ്വസ്തരായി തീരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആത്മാവും നമ്മുടെ മേലുള്ളത് കൊണ്ട് ഹല്ലേലൂയ ഏത് ശത്രുസൈന്യത്തെ നമുക്ക് തകർക്കുക കഴിയും. ഈ മുഴങ്കാലും മുടങ്ങി പ്രാർത്ഥിക്കുക. എന്നെ കേൾക്കുന്ന മാതാപിതാവേ,
നിന്റെ കുടുംബത്തോട് വെല്ലുവിളി ഉയർത്തുന്ന ദുഷ്ട ശക്തികളെ, ദുഷ്ട സാത്താനെ, ഈ ലോകത്തിന്റെ പൈശാചിക ശക്തി, ഈ ലോകത്തിന്റെ പ്രഭു എന്ന് പറഞ്ഞ സാത്താൻ, അവരോട് നീ എതിർത്ത് നിന്ന് പ്രാർത്ഥിക്കണം. നീ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നീ മുട്ടിനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ പിശാചി വിറയ്ക്കാൻ തുടങ്ങും. പ്രാർത്ഥനയുടെ ശക്തി അത്രമാത്രമാണ്. ഹല്ലേലൂയ. അവിടെ നീ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാൽ മാത്രമേ ദൈവമക്കൾക്ക് നേരെ കടന്നു വരുന്ന ആമേൻ തന്ത്രങ്ങളെ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുന്ന അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ എന്നാ ഒഴുതിലേഖനം 2-ാം അധ്യായത്തിൽ 11-ാം വാക്യം വായിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പൊ സാത്താൻ തന്ത്രങ്ങളാണ്. നമ്മുടെ ഉയർച്ചകളെ തടയും, നമ്മുടെ നന്മയെ തടയും, ശരീരത്തെ ബലഹീനമാക്കും, മക്കളെ തെറ്റായ പാതയിലേക്ക് കൊണ്ടുപോകും, ഭർത്താവിനെ തെറ്റായ പാതയിലേക്ക് കൊണ്ടുപോകും, ഭാര്യയെ തെറ്റായ പാതയിലേക്ക് കൊണ്ടുപോകും, കുടുംബത്തിനൊക്കെ അസ്വസ്ഥത കൊണ്ടും കലഹം കൊണ്ടുവരും, ജീവിതം താറുമാറാകത്തക്ക നിലയിൽ പിശാച് എഴുതേക്കും തന്ത്രങ്ങളിലൂടെ. പക്ഷെ നമ്മൾ ആ പിശാചിന്റെ തന്ത്രത്തെ വെല്ലുവിളിയോടെ ഏറ്റെടുക്കണം, രക്തം ചെയ്യാം. പ്രൈസ്. ഞാൻ ഈ ശുശ്രൂഷ രംഗത്ത് വന്ന പിന്നെ, പ്രത്യേകിച്ച് ഞാൻ ഈ ദേശത്ത് വന്ന് ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഒരുപാട് ആഭിചാര മന്ത്രവാദ ഗൂഢോത്ര ശുദ്ധരക്തികൾ എനിക്ക് നേരെ എഴുതിയിട്ടുണ്ട്. അല്ലേര് എന്ന് പറഞ്ഞാൽ ഓടി ഓടി വന്ന ഓരോന്ന് കാണിച്ചു വെക്കുന്നു. ഞാനിതൊക്കെ കാണുമ്പോൾ പറയും, എന്റെ ദൈവം ഈ മനുഷ്യർക്ക് എന്താ ഇപ്പൊ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഭവനത്തിന്റെ ജനലോട് ചേർന്ന് പുറത്ത് വശമുള്ള ജനലോട് കവിനോടൊക്കെ ചേർന്ന് ചെവി കൊടുത്തിരിക്കുക. എന്താ ഇവിടെ പറയാമെന്ന് അറിയാൻ വേണ്ടി പിശാചിന്റെ തന്ത്രമാണ്. അതിനെയൊക്കെ നമ്മൾ ജയിക്കണം കേട്ടോ. ദൈവമക്കൾ സംസാരിക്കുന്നത് എന്താന്ന് ചെകഞ്ഞു പിടിച്ച്, അല്ലെങ്കിൽ ചെകഞ്ഞെടുത്ത് ലോകത്തിൽ പലരുടെ കയ്യിലും അതെത്തിക്കുന്ന പുട്ട ശക്തികളുണ്ട്, സാത്താന്റെ ശക്തികളുണ്ട്, സാത്താന്റെ സേവകരുണ്ട്, പിശാചിനെ മഹത്വപ്പെടുത്തുന്നുണ്ട്. അവര് നേരെ നമ്മൾ ആത്മാവിൽ എഴുതേക്കണം. ആത്മാവിൽ എരിവോടുകൂടി എഴുതേക്കണമെന്നാണ് ദൈവാത്മാവ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ദൈവത്തിന്റെ ഫലം പറയുന്നത് ഈ ദൈവമില്ല എന്ന് പറയുന്ന ഈ നിരീശ്വരവാദിയോട് ഒരു വ്യക്തി വെല്ലുവിളിയോടെ നീ എന്റെ നേരെ യുദ്ധത്തിന് വരാൻ പറഞ്ഞപ്പോ, അല്ലേലൂയ, ആകാശത്തിന് നേരായി മുഖത്തെ തിരിച്ചുകൊണ്ട് ഹേ മരണമേ ഹേ മരണമേ എന്ന് പറഞ്ഞ്, ആ ഹേ മരണമേ എന്ന് പറഞ്ഞ നിമിഷങ്ങൾ അല്ലേലൂയ ദൈവ സാന്നിധ്യം അനുഭവിച്ചു. അപ്പോൾ എവിടെ നിന്നോ എവിടെ നിന്നോ കാന്ത പറയുന്നുവെന്ന് അവന്റെ തലയിൽ അല്ലേലൂയ കുത്തി അതിന്റെ വിഷം ഇറക്കി വിട്ട് അവൻ പറന്നുപോയി. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചില അന്ധകാര ശക്തികൾ പക്ഷികളെ പോലെ വന്നിട്ട് ദൈവമക്കളുടെ തലയിൽ കൊത്തിയിട്ട് വിഷം ഇറക്കിയിട്ട് ഓടിപ്പോകും. അപ്പൊ കൂടോത്ര മാത്രമെന്ന് പറഞ്ഞാൽ ഭയങ്കര അശുദ്ധമായ ജീവികളെ കൊണ്ടാണ്, നികഷ്ടമായ ജീവികൾ, ദൈവവും വെറുക്കുന്ന നികഷ്ടമായ ചില ശക്തികളെ കൊണ്ടാണ് ചില പക്ഷി അതിനെ കൊണ്ട് ചിലർക്ക് മന്ത്രവാദം ചെയ്യുന്നത്. ലേരിയ നമ്മൾ പരാജയപ്പെടരുത് കേട്ടോ. നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്, നമ്മൾ ആത്മാവിൽ നിറയപ്പെട്ടവരാ, ദൈവമക്കളാണ്. നിന്നെ തകർക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. അല്ലേലിയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, അവന്റെ മൊട്ടത്തലയിൽ ഒരു ആണി അടിച്ചതുപോലെ ഈ നിരീശ്വരവാദിക്ക് തോന്നി. അവന്റെ മൊട്ടത്തലയിൽ ആണി അടിച്ചതുപോലെ നിരീശ്വരവാദിക്ക് തോന്നി. അടുത്ത നിമിഷം അവന്റെ മുഖം നീല നിറമായി മാറി. സ്റ്റേജിൽ അവൻ ജീവനെ വിട്ടു. അപ്പം ഇവന്റെ വെല്ലുവിളിയുടെ മുമ്പിൽ ഒരുവൻ എഴുന്നേറ്റു. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്ത് ചെയ്തു? അതിലൊരു പക്ഷി പറന്നു വരുന്നത് പോലെ അല്ലേലൂയ അവന്റെ ജീവിതത്തിനകത്ത് അല്ലേലൂയ ഒരു വലിയ ദൈവപ്രവൃത്തി. അവന്റെ തലയിൽ പക്ഷി പറന്ന് കൊത്തിയച്ചത് പറന്നു പോകുന്ന പോലെ എന്തോ ആണി അടിക്കുന്നവൻ അവന് തോന്നിയെന്ന്. അവനെ സ്റ്റേജിൽ തന്നെ മരിച്ചു. അല്ലേലൂയ, സ്തോത്രം. അപ്പൊ സർവശക്തിയുള്ള ദൈവത്തോട് വെല്ലുവിളിച്ചുകൊണ്ട് ആർക്കും രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. സർവശക്തിയുള്ള ദൈവത്തോട് വെല്ലുവിളിച്ചുകൊണ്ട് ഈ ഉലകത്തിൽ ആർക്കും രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ആരും രക്ഷ പ്രാപിച്ചിട്ടില്ല, ഇനിയോട്ട് രക്ഷ പ്രാപിക്കുന്നില്ല. അല്ലേലൂയ. വിശുദ്ധ വചനം പറയുന്നത്, അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറവാൻ നീ ആരെന്ന. അല്ലേലൂയ. നമുക്ക് റോമാലേഖനം വായിച്ച് നമുക്ക് കാണാൻ കഴിയും. അല്ലേലൂയ. റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ അത് റോമാലേഖനം അല്ലേലൂയ 9-ാം അധ്യായം അല്ലേലൂയ എന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അല്ലേലൂയ, അല്ലേലൂയ, സ്തോത്രം.
അവിടെ എഴുതിയിരിക്കുന്നത്, ഹേ ദൈവമേ, അല്ലറിയ എന്ന് ദാവീദ് പൗലോസ് വിളിച്ചതുപോലെ തന്നെ ഈ മനുഷ്യനും പറയാ, അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയാൻ നീയാ. ദൈവം വലിയവനാണ്. എരിഹോ കോട്ടയെ നുറുക്കി ഇരുമ്പ് പൂട്ടുകളെ തകർത്ത് ആമീൻ അല്ലിയ ആമീൻ അവന്റെ വെങ്കലം പോലെയുള്ള കതകുകളെ ഉടച്ച് വഴിയുണ്ടാക്കി അല്ലിയ ഇസ്രായേൽ എരിഹോ പട്ടണത്തിൽ പ്രവേശിച്ചു. എരിഹോ പട്ടണം അങ്ങനെ തകർക്കാൻ പറ്റും. വലിയ മതിൽ കെട്ടുകൊണ്ട് പണിതിട്ട് താമരക്കഥകൾ ഉണ്ടാക്കി ഓടാമ്പൽ വെച്ച് ഉറപ്പിച്ചു കൂട്ടിയിരിക്കുക. പക്ഷേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, ഹോവയായ ദൈവത്തിന്റെ നാമത്തിൽ യോശുവയും കൂട്ടരും കൂടി എഴുന്നേറ്റ് യെരിഹോവിനെ 6 പ്രാവശ്യം ചുറ്റി. 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റി കാഹളം പോയ പേരിൽ ഈ പടുകൂറ്റൻ മതിൽ വീണു. അപ്പൊ ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിക്കുവാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ കഴിയില്ലെന്ന്. ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിക്കുന്ന ഒരു ശക്തിയോട് ജയിച്ചിട്ടില്ല. ഇപ്പൊ നമ്മുടെ ലോകരാജ്യങ്ങൾ നോക്കി ഇസ്രായേലിനെതിരെ എത്ര വലിയ ശത്രുക്കളാണ്, ഇസ്രായേലിനെതിരെ എത്രമാത്രം യുദ്ധങ്ങളാണ്. സകല രാജ്യങ്ങൾ ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി എതിർക്കുന്നത്. ഒരിക്കലും സാധ്യമല്ല കേട്ടോ. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ജനം, അവനെ ദൈവമാണ് അവിടെ ആക്കി വെച്ചിരിക്കുന്നത്. അവൻ വിശ്വസ്തരാണ്. അല്ലെങ്കിൽ അവർക്കെതിരെ ഏത് ശക്തി ഉയർന്നാലും, ഏതെല്ലാം യുദ്ധതന്ത്രങ്ങൾ കൊണ്ടുവന്നാലും ഇസ്രായേലിന്റെ രോമം പോലും തൊടുവാൻ കഴിയാതെ ദൈവം ഇസ്രായേലിനെ പരിപാലിക്കും, തെറ്റം ചെയ്യും. ഇപ്പൊ എരിഹോ കോട്ടയെ തകർക്കുവാൻ കഴിഞ്ഞ ശക്തിയുള്ള ദൈവം. അത് ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? അല്ലേരിയ, നിന്റെ ഭർത്താവ് മദ്യപാനിയാണെങ്കിൽ, ലഹരികൾക്ക് അടിമയാണെങ്കിൽ, നിന്റെ മക്കൾ അല്ലെങ്കിൽ ലഹരികൾക്ക് അടിമയാണെങ്കിൽ, നിങ്ങളെ അനുസരിക്കുന്നില്ലെങ്കിൽ, അവൻ ദൈവമായി കൂട്ടായ്മയില്ലാതെ ഈ ലോകത്തിന്റെ കൂട്ടുകെട്ടുകളിൽ സുഖലോലുപങ്ങൾ അകപ്പെട്ട് അവന്റെ ആത്മാവ് നശിക്കുകയാണോ ചെയ്യുന്നത്? അതിന്റെ നടുവിൽ നീ പ്രാർത്ഥിക്കണം. അല്ലേല് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളിൽ നമ്മുടെ മക്കൾ ചെന്ന് ചേരരുത്. ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിക്കരുത്. ആവശ്യമില്ലാത്ത ഒന്നും നമ്മൾ ജീവിതത്തിൽ പകർത്തുവാൻ പാടില്ല. അല്ലേല് നമുക്ക് ജീവിതത്തിൽ പറഞ്ഞാൽ യേശുവിനോട് ചേർന്നുള്ള വാസമായിരിക്കണം. നമ്മൾ വിശ്വസ്തനായി നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ല. അല്ലേല് ഈ ഭൂമിയിൽ ജീവിച്ച് കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും നിന്ദകളും അപമാനങ്ങളും ഉപദ്രവങ്ങളും മാനാപമാനങ്ങളെല്ലാം ഏറ്റിട്ട് നമ്മൾ നിത്യതി ചെന്നില്ലെങ്കിൽ നമ്മുടെ സ്ഥിതി എത്ര പരാജയമാണ്. അതുകൊണ്ട് ഈ ലോകത്ത് ഞാനും നിങ്ങൾ ജീവിക്കുമ്പോൾ പാപത്തെ ജയിക്കണം, ശാപത്തെ ജയിക്കണം, സാത്താനെ ജയിക്കണം. ഈ ദുഷ്ടലോകത്തെ നമ്മൾ ജയിക്കണം. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നുവെന്നാണ് 1 യോഹന്നാന്റെ ലേഖനം അല്ലേലിയ 5:19 പറയുന്നത്. അല്ലേലിയ. അപ്പൊ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലാണ്. അല്ലേലിയ. അപ്പൊ അവനെ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. അവൻ നിനക്കെതിരെ വലിയ തന്ത്രങ്ങൾ നിനയുന്നുണ്ട്. ഒരുപക്ഷെ നിന്റെ തോളിൽ കൈയിട്ട് നടക്കുന്ന, നിന്റെ ഊണുമേശയിൽ നിന്നോടൊപ്പം ഇരുന്ന് ഊണ് കഴിക്കുന്ന ലേരിയ, ഒന്നിച്ച് നീയും അവയുടെ മറ്റു യാത്ര ചെയ്യുന്ന, അതിന് നടുവിലായിരിക്കും ചിലപ്പോൾ ശത്രു നിനക്കെതിരെ എഴുതേക്കുന്നത്. അപ്പൊ ഏത് വിധത്തിലും പിശാച് പ്രവർത്തിക്കും. അതിനെ ജയിക്കാനാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. ദാവീദിനെ പോലെ നമ്മൾ സടക്കോട് എഴുന്നേക്കണം. ലേരിയ. ഇവിടെ ദൈവം വലിയവനാണ് അല്ലെങ്കിൽ എന്ന് ദാവീദ് വെളിപ്പെടുത്തി. ദൈവം വലിയവനാണെന്ന് പൗലോസ് വെളിപ്പെടുത്തി. ദൈവമില്ല എന്ന് സ്റ്റേജിൽ നിന്ന് അലറി വിളിച്ച് പ്രസംഗിച്ച ആ നിരീശ്വരവാദി അല്ലെങ്കിൽ ദൈവം പരാജയപ്പെടുത്തി. ലേരിയ. അത് ദൈവത്തോട് മത്സരിക്കാൻ നിനക്ക് എന്താണ് യോഗ്യതയുള്ളത്? എന്നെ കേൾക്കുന്ന പരിശ്രമിക്കുക. കർത്താവായ യേശുക്രിസ്തുവിനോട് മത്സരിക്കാൻ, അവരുടെ നാമത്തെ ഇല്ലായ്മ, അവരുടെ നാമവിരോധമായി യേശുവിനെ വെല്ലുവിളി ഉയർത്താൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നിനക്കൊരു യോഗ്യതയുമില്ല. ഒരു കാറ്റടിച്ചാൽ നമ്മൾ തകരും. കഴിഞ്ഞ ദിവസങ്ങളിലെ തായ്ലാൻഡിലൊക്കെ വലിയ ഭൂകമ്പം വന്നപ്പം വലിയ വൻ മാളുകളും ഹോസ്പിറ്റലുകളും ഒക്കെ കുലുങ്ങി മറിഞ്ഞ് വീഴുന്നു. റോഡുകളൊക്കെ തകരുന്നു. വെള്ളങ്ങളെല്ലാം അലയടിച്ചുയരുന്നു. മനുഷ്യൻ ജീവനും കൊണ്ട് ഓടുന്നു. പാലങ്ങളൊക്കെ മുറിഞ്ഞു പോകുന്നു. ഒരു ഭൂകമ്പം ഉണ്ടായപ്പോൾ അത് ദൈവത്തിനൊരു നൊടി നേരം മാറി. അല്ലേരിയ. നമ്മൾ ദൈവത്തോട് വെല്ലുവിളിക്കുന്നത് ആരാ? ദൈവത്തോട് വെല്ലുവിളിച്ചൊന്നും വിജയിച്ചിട്ടില്ല. കാരണം ഈ സർവ്വലോകത്തിൽ ഭരിക്കുന്ന, സകലത്തിന് സൃഷ്ടമായിരിക്കുന്ന, സകലത്തിന്റെ ഉടയവനായിരിക്കുന്ന യേശുക്രിസ്തുവിന് നേരെ വെല്ലുവിളിക്കുവാൻ
ഇന്ന് ലോകരാജ്യങ്ങളിൽ ഒരു ശക്തിക്കും കഴിയില്ല. കാരണം നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവം, സർവജ്ഞാനിയായ ദൈവം. അവന്റെ കണ്ണുകളെല്ലാം ഇടങ്ങളിലേക്ക് ചേരുന്നു. പ്രൈസ് ഗോഡ്. കാലങ്ങളായി ദൈവസഭയ്ക്ക് നേരെ ചില ശത്രുക്കൾ പോരാടുന്നു. കാലങ്ങളായി നിന്റെ കുടുംബത്തിന് നേരെ ചില സാത്താന്യ ശക്തികൾ എഴുന്നേൽക്കുന്നു. നിന്റെ കുടുംബത്തെ ദേശത്ത് ഓടിക്കുവാൻ പലരും ഒരുങ്ങുക. നീ അതൊന്നും കണ്ട് ഭാരപ്പെടണം. നീ പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. നിന്റെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം കിട്ടാതിരിക്കാൻ, അവന്റെ പഠനകാലത്ത് അവരെ മയക്കുമരുന്ന് ലഹരിക്ക് അടിമയാക്കി തീർക്കുവാൻ, നിന്റെ കുടുംബത്തിനകത്ത് ചിത്രവേദി ഭാര്യ ഭർത്താക്കം തമ്മിൽ കലഹിച്ച് വേറിട്ട് ജീവിക്കാൻ, വിവാഹ ജീവിതത്തിൽ വിവാഹമോചന കേസുകളുമായി പിശാച് പലരുടെ ഇടയിൽ എഴുന്നേറ്റിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ കുടുംബ കോടതികൾക്കകത്ത് ലക്ഷക്കണക്കിന് വിവാഹമോചന കേസുകൾ വന്ന് കിടക്കുക. അല്ലേ? ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർതിരിക്കുന്നതെന്ന് ദൈവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലേ? ഇവിടെ ഭൂമിയിൽ എന്താണ് സംഭവിക്കുന്നത്? കുടുംബങ്ങളെ തകർക്കുവാൻ, കുടുംബജീവിതത്തെ തകർക്കുവാൻ പിശാച് ഇങ്ങനെയുള്ള പദ്ധതികൾ കൊണ്ടുവരും. അവിടെ നീ മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കണം കേട്ടോ. അല്ലേ? വീണ്ടും ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നമ്മൾ കാണുന്നത്, അല്ലേ, നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ എന്നാണ് 1 യോഹന്നാന്റെ ലേഖനം 2:4 പറയുന്നത്. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അല്ലേ? സ്തോത്രം. അതേപോലെ നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ലോകത്തിലുള്ള ആരാ? സാത്താന, പിശാച. ഈ ലോകത്തിന്റെ പ്രഭു എന്ന് പറഞ്ഞത് സാത്താന. എന്നാൽ ദൈവമക്കളുടെ ഉള്ളിലുള്ള ആരാ? സർവശക്തിയുള്ള ദൈവം, സർവജ്ഞാനിയായ ദൈവമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ആ ഒരു ഉറപ്പാണ് നമുക്ക് ആവശ്യം. ആ ഒരു ഉറപ്പിൽ വേണം നമ്മൾ ജീവിക്കാൻ. അല്ലേ? ഇപ്പം ഇവിടെ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന് പറയുന്നത്, വലിയവനായി തന്നെ കാണിച്ച ഗോലിയാത്തിനെ ദൈവം ദാവീദിന്റെ കയ്യിലുള്ള ചെറിയ കല്ലുകൊണ്ട് തോൽപ്പിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി. അല്ലേ? ഈ ഗോലിയാത്ത് ഏറ്റവും വലിയവനായി, എന്നെ ആർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, എന്നെ ആർക്കും തകർക്കാൻ കഴിയത്തില്ല, എന്റെ നേരെ ആരും വരികയില്ല എന്നൊക്കെ പറഞ്ഞ് തനിയെ വലിയവനായി നിന്ന ഈ ഗോലിയാത്തിനെ ദാവീദിന്റെ കയ്യിലുള്ള ഒരു കല്ലുകൊണ്ട് അവനെ തോൽപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദമായി. അല്ലേ? രക്തം ചെയ്യും. അപ്പൊ ഗോലിയാത്ത് മുന്നിൽ, ദാവീദിന്റെ മുമ്പിൽ, അല്ലേ, ഗോലിയാത്ത് കമന്നു വീഴും. എന്ന് പറഞ്ഞാൽ ദാവീദ് അല്ലേ തകർക്കാൻ മുന്നോട്ട് വന്ന ഗോലിയാത്ത് ദാവീദ് ഗോലിയാത്തിനെ തകർന്നു. ഈ ഫിലിസ്തീനെ ദാവീദിനെ തകർക്കാനല്ലേ, പക്ഷേ ദാവീദ് ഫിലിസ്തീനെ തകർക്കാൻ. ആരാണ് ജയിച്ചത്? ഫിലിസ്തീൻ തോറ്റുപോയി, ദാവീദ് ജയിച്ചു. ഇസ്രായേലിന്റെ ദൈവം ശക്തിയുള്ള ദൈവമകളെ. അല്ലേ? ഇപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, ദാവീദിനെ സാഷ്ടാംഗമായി വീണ് നമസ്കരിക്കുന്നത് പോലെ ഗോലിയാത്ത് ദാവീദിന്റെ മുമ്പിൽ കവിണ്ണു വീണു. ദാവീദിന്റെ മുമ്പിൽ കവിണ്ണു വീണ് സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്ന പോലെ ഈ ഗോലിയാത്ത് എന്ത് ചെയ്തു? ദാവീദിന്റെ മുമ്പിൽ വീണെന്നുള്ളതാണ്. അല്ലേ? സ്തോത്രം. ദാവീദ് സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ലെടുത്ത് കവിണിയിൽ വെച്ച് വീശി ഫിലിസ്തീന്റെ നെറ്റിക്കെറിഞ്ഞ് ആ കല്ല് അവന്റെ നെറ്റിയിൽ പതിഞ്ഞ് അവൻ കവിണ്ണു വീണു. ഇപ്പം ദാവീദിന്റെ മുമ്പിൽ കവിണ്ണു വീണ് കിടക്കുക. അല്ലേയ, ഇനി അവൻ എഴുന്നേക്കത്തില്ല കേട്ടോ. അല്ലേയ. അപ്പൊ ദാവീദിന്റെ ദൈവം, നിങ്ങളുടെ ദൈവം, അവൻ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈ ദാവീദിന്റെ ദൈവം, അല്ലേയ, ഇസ്രായേലിനെതിരെ വന്ന ഫിലിസ്തീനോട് യുദ്ധം ചെയ്തതുപോലെ ഈ കാലഘട്ടത്തിൽ നാം വിശ്വസിക്കുന്ന, നമ്മെ വീണ്ടെടുത്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എഴുതിയിരിക്കുന്ന ശത്രുവിനെ യേശു തകർത്തുകയായി. അവിടെ വചനം പറയുന്നത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായ റോമലേഖനം വായിക്കുന്നത്. അതേ സ്നേഹിത, ദൈവം നമുക്ക് അനുകൂലമാണ്. പിന്നെ ആരാണ് നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നത്? ദൈവത്തിനെതിരെ മത്സരിക്കാൻ ഉലകത്തിൽ ആർക്കും പറ്റത്തില്ല. നമ്മൾ ദൈവത്തിന്റെ കുറെ വാചാലത വരുത്താൻ വേണ്ടി, എന്തോ പേരും പ്രശസ്തി എടുക്കാൻ വേണ്ടി, വൈറലാകാൻ വേണ്ടിയിട്ട് ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തു ദൈവമല്ലെന്ന് പറയാൻ ഒരുപാട് മൂഢന്മാരുണ്ട്. അതൊന്നും നിങ്ങളോട് ഭാരപ്പെടണം കേട്ടോ. നിങ്ങളെ വിളിച്ചു വേർതിരിച്ച ദൈവമാണ്, നിങ്ങളുടെ മേൽ അഭിഷേകം തന്ന ദൈവമാണ്. ഏത് ശത്രുവിനെ പരാജയപ്പെടുത്തുവാനുള്ള കൃപയാണ് നിന്റെ മേലുള്ളത്. അല്ലേലിയ. ഇവിടെ അല്ലേലിയ സ്തോത്രം. 1 ശമൂവേൽ 17:49 വരുമ്പോൾ അല്ലേ സ്തോത്രം, ദാവീദ് സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ല് എടുത്ത് കവണിയിൽ വെച്ച് വീശി ഫിലിസ്തീന്റെ നെറ്റിക്ക് എറിഞ്ഞു. കല്ല് അവന്റെ നെറ്റിയിൽ കൊണ്ട് പതിഞ്ഞു. അല്ലേലിയ.
ഒന്ന് ഓർമ്മിക്കും, ദൈവത്തിന്റെ യുദ്ധതന്ത്രങ്ങൾ എത്ര ശ്രേഷ്ഠമാണ്. അതെ, അവൻ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യേശു നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. മൂക്കിൽ ശ്വാസമുള്ള ഒരു മനുഷ്യനും ദൈവത്തെ നിന്ദിക്കുവാനോ ആമേൻ ദുഷിക്കുവാനോ ഒരുങ്ങരുത്. ജീവിതത്തിൽ അല്ലെങ്കിൽ മൂക്കിൽ ശ്വാസമുള്ള ഒരു മനുഷ്യൻ പോലും ദൈവത്തെ വെല്ലുവിളിക്കുവാനും ദൈവത്തോട് എതിർക്കുവാനും നിൽക്കരുത്. നീ രക്ഷപ്പെട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് ആമേൻ നിങ്ങൾ മിണ്ടാതിരിപ്പീനെന്ന് മോശ അല്ലെങ്കിൽ ഇസ്രായേലിനോട് പറയുന്നുണ്ട്. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അത് സ്നേഹിത, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ദൈവമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ജീവിതമൊക്കെ എന്ന് പറഞ്ഞാൽ വിജയത്തിൽ നിൽക്കണം. എല്ലാ ശത്രുവിനെ നമ്മൾ പരാജയപ്പെടുത്തണം. സാത്താന്റെ യുദ്ധതന്ത്രങ്ങളെ, അവന്റെ കാപട്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി നമ്മൾ ദൈവത്തിൽ മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കുമ്പോൾ വിജയം നമുക്ക് തന്നെയാണ്. നിനക്കെതിരെ വ്യാപരിക്കുന്ന, നിനക്കെതിരെ പോരുകൾ കൊണ്ടുവരുന്ന, നിന്നോട് എതിർത്ത് നിന്നെ തകർക്കുവാൻ ശ്രമിക്കുന്ന ശക്തികൾ മുമ്പേ ദൈവം നിന്നെ മാനിക്കും. വിശ്വസിക്കുന്ന കരമടിച്ച് ദൈവത്തെ ശ്രദ്ധിച്ചാണ്. അത് നിന്റെ ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്യാൻ പോവുക. നിന്റെ ജീവിതത്തിനകത്ത് ദൈവം പ്രവർത്തിക്കാൻ പോവുക. ഹല്ലേലൂയ. ആരെങ്കിലും ജീവിതത്തിൽ പ്രതികൂലത്തിനടിയിൽ, പ്രതിസന്ധികളുടെ നടിയിലാണോ നിൽക്കുന്നത്, അവരോട് ഞാൻ പറയട്ടെ, യേശുവിനെ വിശ്വസിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കേരളത്തിലെ 3.25 കോടി ജനങ്ങളും തലമുറകൾ എണ്ണത്തിൽപ്പെട്ട തൊഴിലാളികൾ, ഇന്ത്യയിലെ 143 കോടി ജനം. ഹല്ലേലൂയ. സ്വതം ഹല്ലേലൂയ. 29 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്ര പ്രദേശങ്ങളുമായി 7 ഭൂഖണ്ഡങ്ങളിലായി 800 കോടി ജനം ഒന്നടങ്കം എഴുന്നേറ്റ് ദൈവത്തെ വെല്ലുവിളിച്ചാലും അവന്റെ പരാജയമാണെന്ന് മനസ്സിലാക്കി ദൈവമക്കൾ ഉണരേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ചേർത്തോട് ഇടപെടണമേ. ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക് നേരെ ഉയർന്ന എല്ലാ വെല്ലുവിളികളെയും തകർക്കുന്ന ദൈവ സാന്നിധ്യം എന്ന് പറഞ്ഞ ജനത്തിന്മേൽ പകർന്നാണ്. ഭാവിയൊക്കെ അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക. നീതിയുടെ കരം വെളിപ്പെടണം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വഹിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ നേതാക്കൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളിലെ, ദ്വീപുകളെ, ആദിവാസികളെ, ട്രൈബൽ മേഖലയിലായിരിക്കുന്ന സകല ജനത്തെയും, അധികാരികളെ, ജനത്തെ, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാക്കുന്ന BSCRP, ക്രമസമാധാന പാലകർ, നിയമ നിർമ്മാണ രംഗത്ത് നിൽക്കുന്നവർ, സ്വതന്ത്രമേ രഹസ്യാന സുഖങ്ങൾക്കായി ഞങ്ങളുടെ കേരളത്തിലെ പോലീസിന്റെ വിവിധ ശിക്ഷകൾ, ആ കൊണ്ട് എക്സൈസ്, ഫോറസ്റ്റ്, ആർമി വിഭാഗങ്ങളിലായിരിക്കുന്നവരെയും, ഹല്ലേലൂയ, സ്തോത്രം, ജുഡീഷ്യൽ വിഭാഗങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കാർമിക സഹകരണ മേഖലയിലും, പൊതുമേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലയിൽ ആയിരിക്കുന്ന സഹകരണത്തിൽ, ബാങ്കിങ് മേഖല അയക്കുന്ന നേരം എല്ലാവരും മടങ്ങുന്ന മാനസാന്തരപ്പെട്ട ഇസ്രായേലിന്റെ ദൈവത്താൽ മാനിക്കപ്പെടുവാൻ ഈ ജനത്തെ ഒരുക്കണമേ. ഈ ജനത്തെ നയിക്കുന്ന ലോകത്തിന്റെ ഭൂവായികൾ സാത്താന്റെ കയ്യിൽ ജനം വിടുവിക്കപ്പെടുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ മധ്യത്തിന് മയക്കുവാൻ പാഞ്ചലകയ്ക്ക് അഴിപ്പെട്ട് കിടക്കുന്ന ദൈവങ്ങൾ കുടുംബജീവിതം ചിഹ്നകരമായി വിവാഹമോചന കേസുമായി മുന്നോട്ട് പോകുക, മടങ്ങി വരാൻ പരസ്പരം അതിനകത്ത് ക്ഷമിച്ച് കുടുംബജീവിതം മുന്നോട്ട് പണിതെടുപ്പാൻ ദൈവമേ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിവിധ സമയം മാരകമായ രോഗത്തിനും വ്യാധികളെ താരപ്പെടുന്നുണ്ട്. ദാരിദ്ര്യം, സാമ്പത്തിക ഇരുങ്ങളെ ഭാരപ്പെടുന്നുണ്ട്. ജപ്തി നേരിടുന്ന കുടുംബങ്ങളുണ്ട്. ആദ്യം ബിസിനസ്സിൽ പരാജയപ്പെട്ടവരുണ്ട്. വിദേശത്ത് പോയിട്ടും വേണ്ട ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ പരാജിതരായവരുണ്ട്. മണലാലിന് കഷ്ടപ്പെടുന്ന സാധനം കിട്ടാത്തവരുണ്ട്. നാട്ടിലേക്ക് കടന്നു വരാൻ കാലങ്ങളെ ശ്രമിച്ചിട്ട് കഴിയാത്തവർ. എൻ്റെ ഏരിയ വിദേശ രാജ്യങ്ങളിൽ പീഡ അനുഭവിക്കുന്ന സൗകര്യമാർ അവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഏരിയ കർത്താവിൻ ശേഷത്തിൽ ബാലികവുമായി യുവനത്തിൽ വാർത്തകൾ ഞാനും പ്രദർശന യാചക ഓർഫനേജ് ഓട്ടോയിൽ തടവറയിലായിരിക്കുന്ന ജനത്തിനായി കർത്താവ് ഇന്ന് പകൽ എല്ലാ ജനത്തെയും സന്ദർശിക്കണമേ. എല്ലാ ജനത്തിനും ദൈവങ്ങളുടെ ഇന്ന് പരുവൻ്റെയാകണം. കടൽവാസികളെ ആരക്കടലിൽ മനുഷ്യനെ കടന്നു പോയിരിക്കുന്നത് ഹല്ലേലൂയ. ആമീൻ. കർഷകർ, മെക്കാനിക്കൽ, മോട്ടോർ യൂണിയൻ രംഗത്ത് പണിയെടുക്കുന്ന എല്ലാ ടാക്സി ഹെവി വാഹനം ഓടിക്കുന്നവരെയും നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. വയലിലും എല്ലാ വ്യാപാരി വ്യവസായികളെയും എല്ലാ വഴിവട കച്ചവടക്കാരെയും ഹല്ലേലൂയ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ സകല ജനത്തെ ദൈവം അനുഗ്രഹിക്കണമേ. സകല ജനത്തിൻ്റെ ദൈവത്തിന്റെ നീതി വെളിപ്പെടുവാൻ യേശുവിനെ പ്രാർത്ഥിക്കുക. ഇതുവരെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. ആഭിചാരം കൊണ്ടും മന്ത്രവാദം കൊണ്ടും പൂർവ്വസൂത്രം കൊണ്ടും വിവിധമായ തന്ത്രം കൊണ്ട് ദൈവജനത്തെ പിശാച് എഴുന്നേൽക്കുമ്പോൾ കർത്താവേ അവനെ ദൈവത്തോട് മാറാകണമേ. ദൈവത്തിനെ കൂടുതൽ ആത്മാവിൽ നിറയപ്പെട്ട് ശത്രുവിനെ എതിർക്കുവാൻ ദൈവത്തിന്റെ സർവായുധവർക്ക് ധൈര്യമായി എതിർക്കാനായി പ്രാർത്ഥിക്കുന്നു. തകർന്ന കുടുംബജീവിതങ്ങൾ, ലഹരിക്കടിമയായി പോയ കുടുംബജീവിതങ്ങൾ
ലഹരിക്ക് അടിമയായി പോയ മക്കൾ, വിദേശത്തൊക്കെ പോയിട്ടും വിടുതൽ പണ്ടിക്കുകയാണ് മക്കളെ ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിയില്ലാതെ ഭാരപ്പെട്ടവർ. അതെല്ലാം ദൈവം മായിക്കാണേ. കഷ്ടതയുടെ തയ്ച്ചുള്ളിൽ കടന്നു പോകുന്ന എല്ലാവർക്കും ഒരു ആശ്വാസം കൊടുക്കണം. സകലത്തിന്മേലെ ദൈവം നീതി വെളിപ്പെടുത്തിയാട്ട് ആമി സ്വോത്രം വല്ലുരിയ പാടത്തും പറമ്പിലും കൂറിയിലും മണ്ണിയുടെ കല്ലിനോടും ആമി സ്വോത്രം ഹരിക്കൂടും ആമി മലടിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ക്ഷീരമേഖലയിൽ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാ മേഖലയിലെ ജനത്തെ ഞങ്ങൾ ദൈവത്തിന് ഏൽപ്പിക്കുന്നു. ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ദാവീദിനെ പോലെ ധൈര്യത്തോടെ ശത്രുവിനെ എഴുന്നേൽക്കുവാൻ അവന്റെ നേരെ ചെല്ലുവാനുള്ള ദൈവകൃപ ദൈവജനത്തിൽ പകരണമേ. ഇന്ന് പറഞ്ഞ ദൈവമക്കളെല്ലാം സൂക്ഷിക്കണം. ലോകത്തിലുള്ള സകല ജനത്തെയും ദൈവമെ സ്പർശിക്കണേ, സന്ദർശിക്കണേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ.